ഒരിക്കലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തുള്ള മസ്ജിദുൽ ഹറാമിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അബൂജഹൽ അങ്ങോട്ട് വന്നു. നബി തങ്ങളോട് ചോദിച്ചു, മുഹമ്മദേ, എന്തൊക്കെയാണ് വിശേഷം? കാര്യമൊക്കെ ഉഷാറന്നല്ലേ? അങ്ങനത്തെ രീതിയിൽ ചോദിച്ചു. എന്തെങ്കിലും വാർത്ത ഉണ്ടോ എന്ന് അബൂജഹൽ കളിയാക്കിക്കൊണ്ട് നബി തങ്ങളോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ഒരു വാർത്ത ഉണ്ട്. എന്താണ് വാർത്ത? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിരുന്നു രാത്രി. അപ്പോൾ അബൂജഹൽ ആകെ അമ്പരന്നു. ഇത്രയും ദൂരത്തുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇന്നലെ രാത്രി പോയിന്നോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്നിട്ട് അബൂജഹൽ പറയാണ്, ഈ ഒരു കാര്യങ്ങളെ അനുയായികളോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഈ അനുയായികളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ അവരോട് പറയാൻ പോവാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അബൂജഹൽ ബാക്കിയുള്ള മുശ്രിക്കീങ്ങളെയും മറ്റുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടുകയാണ്. എന്നിട്ട് നബി തങ്ങളെ ഒന്ന് വഷളാക്കാൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ മുഹമ്മദേ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുതിയ വാദം. നിങ്ങളൊക്കെ അത് വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ മുശ്രിക്കീങ്ങളായ ആളുകളൊക്കെ കുറേ ആൾക്കാർ കളിയാക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഈ ഒരു വാർത്ത മക്കത്ത് കാട്ടുതീ പോലെ പരക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ഈ ഒരു വിഷയത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിയായ അബൂബക്കർ തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അബൂബക്കറെ, പിന്നെ നിൻ്റെ നബി പറയുന്നുണ്ട് ഇന്നലെ രാത്രി ആ നബി രാത്രി എവിടെ പോയി? ബൈത്തുൽ മുഖദ്ദസിൽ രാത്രി പോയിട്ട് അവിടെ നിന്ന് നിസ്കരിച്ച് ഇന്നലെ തന്നെ മടങ്ങി വന്നിട്ടുണ്ട് എന്നാണ് നിൻ്റെ മുഹമ്മദ് എന്ന പ്രവാചകൻ വാദിക്കുന്നത്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ നബി തങ്ങളുടെ മേൽ കളവ് പറയാണ്. അല്ല, അങ്ങനെ വാദിക്കുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. അബൂബക്കർ തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 7 ആകാശത്തിനപ്പുറത്ത് നിന്ന് വഹി വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം പിന്നെ നബി തങ്ങളെ ഒറ്റ രാത്രി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി എന്നുള്ളതിൽ വിശ്വസിക്കുന്നതിന് എനിക്ക് എന്ത് പ്രയാസമാണുള്ളത്? നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു നടന്ന് ചെല്ലുകയാണ് ഈ ഒരു കാര്യത്തിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിക്കാണ്ട്, നബിയെ, ആളുകളൊക്കെ വാദിക്കുന്നുണ്ട്, പറയുന്നുണ്ട് നിങ്ങൾ ഇന്നലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, ആ ഒരു കാര്യം ശരിയാണോ? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഞാൻ വാദിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. എന്നാ നബിയെ, നിങ്ങളതൊന്ന് എനിക്ക് വിശദീകരിച്ച് തരും, എങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു യാത്ര? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു യാത്രയുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു. അപ്പോഴൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദഖത വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. നബിയെ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, നിങ്ങൾ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് ഭയങ്കര സന്തോഷം വരികയാണ്. എന്നിട്ട് നബി തങ്ങൾ അബൂബക്കർ തങ്ങളോട് പറയാണ്, വ അഷ്ഹദു അന്നക അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കറെ, നീ അബൂബക്കർ മാത്രമല്ല, നീ സിദ്ദീഖും കൂടിയാണ്, അഥവാ നീ സത്യസാക്ഷി കൂടിയാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒരു ദിവസമാണ് അബൂബക്കർ തങ്ങൾക്ക് ആ ഒരു പേര് നൽകുന്നത് എന്നുള്ളതാണ്.